എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ അത് ഏത് ക്ലോത്ത് ആയിക്കോട്ടെ, ഫസ്റ്റ് വാഷ് ഒരു ഡിറ്റർജൻറ്റും യൂസ് ചെയ്യാണ്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വാഷ് മുതൽ മൈൽഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് തുടങ്ങാം. നല്ല ഹാർഡായിട്ടുള്ള വെയിലിൽ ഇത് ഇടരുത്. അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മൾ ഉറച്ചു നിന്ന് അങ്ങ് പോവുക. ഞങ്ങൾ മാനുഫാക്ചറേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് ആണ് എടുത്ത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മളുടെ തന്നെ ബ്രാൻഡിൽ പ്രോഡക്റ്റ് ആയി തുടങ്ങി. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് മറിച്ച് വെക്കുന്ന ഒരുപാട് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യുന്നവരാണ്. പക്ഷേ അവരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് അത് റീസെല്ലറായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കിടക്കുകയാണ്. അവർ പറയണത് എനിക്ക് ഈ ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. ചിലർ വിളിച്ചിട്ട് ഇന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയും 7 ഡേയ്സിനകത്ത് തരണം. അതിൽ ചിലർക്ക് വേണ്ടത് XXL ആയിരിക്കും, ചിലർക്ക് വേണ്ടത് 3XL ആയിരിക്കും, ചിലർക്ക് വേണ്ടത് ചെറിയ സൈസ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇത് പ്രോസസ്സ് ചെയ്ത് എടുത്ത് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ നമുക്കൊരു 15 ഡേയ്സ് മിനിമം വേണം. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അയച്ചത് തെലങ്കാനയ്ക്കോ. അങ്ങോട്ട് മാത്രം ഏറ്റവും കൂടുതൽ. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്താണ്? ഈ കോവിഡ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഡെലിവറി നടന്നുകൊണ്ടിരുന്നത്. ഐ മീൻ സാഹചര്യം അതായിരുന്നു. അതെ. അപ്പം ഏറ്റവും കൂടുതൽ മെറ്റേർണിറ്റി വേസ് ആണ് ആ ടൈമിൽ നമ്മൾ ചെയ്തിരുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിഥിയെക്കുറിച്ചും അതിഥിയുടെ സ്ഥാപനത്തെക്കുറിച്ചും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം നാടോടുമ്പോൾ നടുവേ ഓടുമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് ഇപ്പോൾ എല്ലാം നമ്മുടെ ബിസിനസ് എല്ലാം നടക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ കൂടിയാണ്. ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ഈ മൊബൈലിൽ കൂടിയാണ്. അപ്പോൾ എന്തും നമ്മുടെ ഒരു ബിസിനസ്മാന് സ്വന്തം പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സോഷ്യൽ മീഡിയയാണ്. ഇതിപ്പോഴല്ല, 2016 ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ പലർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെ തന്നൊരു ബിസിനസ്മാനാണ് നമ്മളോട് കൂടെയുള്ളത്. നമ്മുടെ റെഡ് ബി ഫാഷൻ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇന്ത്യ മൊത്തത്തിലെത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ സർവീസുകളും കൊടുത്തുകൊണ്ടിരിക്കുന്ന, നല്ല വൃത്തിക്ക് സർവീസ് കൊടുക്കുന്ന ഒരു അടിപൊളി സ്ഥാപനം റെഡ് ബി ഫാഷൻ. അതിന്റെ അമരക്കാരൻ നമ്മുടെ നൗഫലിക്കാണ് നമ്മളോട് കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? എന്റെ ഇൻട്രോ കേൾക്കുമ്പോ ഇക്ക് ഞെട്ടറയാണ്. ഇവരെന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ പറയും. കാരണം നിങ്ങള് 2016 തൊട്ടിട്ട് സോഷ്യൽ മീഡിയ ഇത്ര വൃത്തിക്ക് യൂസ് ചെയ്തേക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. തീർച്ചയായും. കാരണം ഞാൻ ആ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ അതൊക്കെ എന്താ ഞങ്ങൾ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ശരിക്കും 2016 ലേഡീസ് ഫാഷനാണ്. അതെ. പക്ഷെ അതിന് മുമ്പും ഇക്ക കളത്തിലുണ്ട്. എന്തായിരുന്നു? 2010 മെൻസ് വെയർ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തിരുവനന്തപുരത്ത് കരമനയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 2016 ആയപ്പോഴത്തേനും നമ്മളതൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ലേഡീസ് ഫാഷനിലേക്ക് മാറിയതാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും സൂക്ഷിച്ചിങ്ങനെ ശ്രദ്ധിച്ചാൽ? വളരെ സിമ്പിളാണ്. ആണുങ്ങളെക്കാൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് കൂടുതൽ റിക്വയർമെന്റ്. വസ്ത്രധാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ. പാഷൻ ഒക്കെ അവർക്കാണ്. അപ്പം അങ്ങനെ അങ്ങ് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അടുത്ത ഡിസിഷൻ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. കറക്റ്റാണ്. ഓക്കെ. അപ്പൊ 2016 നമ്മൾ ലേഡീസ് ഫാഷനിലേക്ക് മാറിയത്. അവിടെ നിന്ന് വന്നേക്കുന്ന, ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുത്തിട്ടാണല്ലോ മാറിയത്. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നമ്മളാദ്യം വളരെ നോർമലായിട്ട് സാധാരണ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നീട് നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നത് ഒരു ഹോട്ടൽ ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ ഓരോ കോൺടെസ്റ്റ് ഇടും. അപ്പോൾ അതിൽ വിന്നർ ആവുന്നവർക്ക് ഓരോ ഫുൾ ചിക്കനൊക്കെ കൊടുക്കും. ഇത് കണ്ടിട്ട് എനിക്ക് ഇൻസ്പയർഡ് ആയി. ഞാൻ ഒരു കോൺടെസ്റ്റ് വെച്ചു ഫേസ്ബുക്കിൽ. എന്നിട്ട് ഞാൻ അത് ചിക്കന് പകരം ഞാൻ ഓരോ ടോപ്പ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അതാണ്. ഓക്കെ. അത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ബിസിനസ്സിലേക്ക് അത് അഡോപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് 2016 തന്നെ നമ്മൾ ആക്റ്റീവ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വാട്സാപ്പ് ത്രൂ നേരിട്ടും വന്ന് എടുത്തു തുടങ്ങി. ട്രിവാൻഡ്രത്തുള്ളവർക്കെല്ലാം നന്നായിട്ട് അറിയാം. ഇപ്പം കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തേക്കും നമ്മൾ അയക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കുറെ ആൾക്കാർ പണ്ട് ഇവിടെ 100 പേരെയൊക്കെ ഫേസ്ബുക്കിൽ ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് കിട്ടും. അതുകൊണ്ട് ഞങ്ങളൊക്കെ കുറെ ഇതിന് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇത് അങ്ങനെ ഒരു കൂട്ടായ്മകൾ അവിടെ ഒരുപാട് കൂട്ടായ്മ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഫേസ്ബുക്കിൽ 100 പേരെ 100 പേരെ ആഡ് ചെയ്യുമ്പോൾ ഒരു ടോപ്പ് ഫ്രീ കൊടുക്കും. അങ്ങനെയാണ് നമ്മളുടെ തുടക്കം. പിന്നീട് നമ്മളത് കുറെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 2017-18 ആയപ്പോഴത്തേനും ഒരു മൊബൈൽ ആപ്പ്, ഒരു നേറ്റീവ് ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോഴത്തെ പല പ്രമുഖ ആപ്പുകൾ പോലെ തന്നെ മിന്ത്രാസ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ആപ്പാണ് നമ്മളത്
അന്ന് ഡെവലപ്പ് 2018 അന്ന് കുറച്ച് ചെറുപ്പക്കാർ എനിക്ക് ഡെവലപ്പ് ചെയ്ത് തന്ന അതിന്റെ ബെനിഫിറ്റ് എനിക്ക് ഒരുപാട് ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ ആപ്പൊക്കെ ഈ ഐഡിയാസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? അല്ല, നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകണം എന്ന് അന്ന് തന്നെ തോന്നിയിരുന്നു. കാരണം ഈ വാട്സാപ്പിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അവര് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമുക്കൊരു ആപ്പോ വെബ്സൈറ്റോ അവൈലബിൾ ആണെങ്കിൽ കസ്റ്റമർക്ക് ഏത് സമയത്തും വെബ്സൈറ്റിലുള്ള പ്രോഡക്റ്റോ ആപ്പിലുള്ള പ്രോഡക്റ്റോ പർച്ചേസ് ചെയ്യാം അറ്റ് എനി ടൈം. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ഓക്കെയാണ്. 2018 എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ മിന്ത്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ അതിനകത്ത് കയറി നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടുമോ ഇങ്ങനെയൊക്കെ ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അന്ന് ഇത് എന്ത് ധൈര്യത്തിലാണ് തുടങ്ങിയത്. അതങ്ങ് ചെയ്തു. നമ്മള് നാടോടുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ നടുവേ ഓടുക. ഓക്കെ. ഇത് തുടങ്ങിയ ടൈമിലൊക്കെ എന്ത് തുടങ്ങുമ്പോഴും ഇതൊക്കെ വേണോ എന്ന് ചോദിക്കാൻ കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റും അവരാണ് നമ്മളെ തളർത്തുന്നത്. അന്ന് ആ വെബ്സൈറ്റ് അല്ലായിരുന്നു, ആദ്യം നമുക്ക് ആപ്പ് ആയിരുന്നു. അപ്പൊ വലിയ എമൗണ്ട് ആയിരുന്നു, more than 1 lakh ആയിരുന്നു അന്ന്. എന്നോട് ഇത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. വെറുതെ 1 ലക്ഷം കൊണ്ട് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത്, മനഃപൂർവ്വം അല്ല. പക്ഷെ ഞാൻ എടുത്ത തീരുമാനത്തിൽ തന്നെയാണ് പോയത്. എല്ലാം ലൈഫിൽ അങ്ങനെയാണ്. ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു അങ്ങ് പോവാനെ ഒറ്റയ്ക്ക് വഴിയിട്ട്. ഓക്കെ. ഇപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഞാൻ എടുത്തൊരു തീരുമാനത്തിലാണ്. കാരണം അത് ഫ്യൂച്ചർ ആയിരുന്നു. അന്ന് ഞാനൊരു ആപ്പ് ഉണ്ടാക്കി അന്നത്തേക്ക് വേണ്ടിയല്ല, ഇന്നത്തേക്ക് വേണ്ടിയാണ്. കാരണം കാലം വളരും തോറും എല്ലാവരും ഇതിലേക്ക് മാറുന്നൊരു ഐഡിയ ഉണ്ട്. ശരിക്കും ഈ ഐഡിയ ഞാൻ പറഞ്ഞില്ല, അതെവിടെ നിന്നാണ് കിട്ടിയത്? ഇങ്ങനെയായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ആളുകളൊക്കെ ഈ ആപ്പിലേക്ക് വരും. അല്ല, അത് അന്ന് തന്നെ തോന്നിയിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം ഇതിലേക്ക് പൂർണ്ണമായിട്ട് എത്തുമെന്ന് അന്ന് തന്നെ നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ തോന്നിയിരുന്നു, അങ്ങനെ അങ്ങ് ചെയ്തു. ഓക്കെ. ഇനി എന്തെങ്കിലുമൊക്കെ അങ്ങനെ തോന്നണമെങ്കിൽ പോണേന് മുമ്പ് പറഞ്ഞു കുറെ നല്ല ഐഡിയാസ് കിട്ടും. അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ അവിടുന്ന് പിന്നീട് നമുക്ക് 2019 എത്തിയപ്പോഴത്തേനും കോവിഡ് ആയല്ലോ. കോവിഡായി. ആ കോവിഡ് റെഗുലേഷൻസ് വന്നു തുടങ്ങി. ഷോപ്പെല്ലാം അടച്ചു. ഒരു 20 ദിവസം വീട്ടിൽ ചുമ്മാ ഇരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ പറഞ്ഞു, ഇതേപോലെ എന്തിനാ ചുമ്മാ ഇരിക്കുന്നത്, ഓൾറെഡി കുറേ വാട്സപ്പ് കസ്റ്റമേഴ്സും ഈ ആപ്പ് കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പിന്നെ പോലീസിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് ഷോപ്പിൽ നിന്ന് ക്ലോത്ത് എല്ലാം ഇരുന്ന് നശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് കുറേ 2-3 പ്രാവശ്യമായിട്ട് പലപ്പോഴായിട്ട് അത് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്തു. ഒരു കാര്യം കൂടെ പറയാം, കോവിഡ് ടൈമിലാണ് ആ സമയത്ത് ഒരുപാട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റി. അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് ആ സമയത്ത് പടച്ചവൻ അനുഗ്രഹിച്ചുണ്ടായി. അതായത് നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നുള്ളതല്ല, അവിടെ നിന്ന് എങ്ങനെ കരകയറി പോരാം ട്രിക്കുകളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അന്ന്. കാരണം ഇത് നമ്മൾ പാക്ക് ചെയ്താൽ മാത്രം പോരാ, ഇത് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി കൊടുത്താലല്ലേ. അത് ഇന്ത്യൻ പോസ്റ്റ് ആണ് നമ്മുടെ സർവീസ് പാർട്ട്ണർ അന്ന് മുതലേ, ഇന്നും അവര് തന്നെയാണ്, ഇന്ത്യൻ പോസ്റ്റിലാണ്. അപ്പോൾ അന്ന് അവര് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്തു തന്നു. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവിന് അവരെ ഒരു ടെമ്പററി സ്റ്റാഫായിട്ട് അവര് അപ്പോയിന്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ട് അവരൊരു ഐഡന്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്തു. പോലീസ് ചെക്കിംഗ് ഉണ്ടാവും, പുറത്തിറങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റുകൾ നമ്മൾ കൺസൈൻമെന്റ്സ് എല്ലാം പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ദിവസം അവരുടെ വാൻ സർവീസ് തന്നിരുന്നു. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സേവനം ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ സപ്പോർട്ടും നമുക്ക് ഉണ്ടായി നല്ല രീതിയിൽ. ഓക്കെ, അടിപൊളി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ വരും തോറും നമുക്ക് എന്തായാലും ഈ റെഡ് ബി ഫാഷൻ മുമ്പോട്ടാണ്, ഓരോ സ്റ്റെപ്പ് മുമ്പോട്ടാണ് വെക്കുന്നത്. പക്ഷെ ആ വെക്കുന്നത് വളരെ സൂക്ഷിച്ചാ വെക്കുന്നത്. ചിലപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ മാനുഫാക്ചറേഴ്സിൻ്റെ ഡയറക്റ്റ് ആണ് എടുത്ത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ തന്നെ ബ്രാൻഡിൽ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്. എവിടെയാണ് നമ്മുടെ യൂണിറ്റ് ഒക്കെ? എവിടെയാണ്? കൊച്ചിയിലാണ്. യൂണിറ്റ് ഹയർ ചെയ്തതാണ്. നമ്മൾ തന്നെ ഫാബ്രിക് സോഴ്സ് ചെയ്തിട്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ തന്നെ ഒരു യൂണിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതെല്ലാം മാറ്റി വെക്കുക, ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ലാഭമാണ് കിട്ടുക? നമ്മൾ സ്വന്തം ഡയറക്റ്റ് കിട്ടുകയല്ലേ. ഇപ്പൊ പ്രോഡക്റ്റ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ബഡ്ജറ്റ് ബൈ പ്രോഡക്ട്സ് ആണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതായത് മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും അല്പം കൂടെ വില കുറവുണ്ടാവും. അപ്പൊ ഡയറക്റ്റ് അല്ലേ കൊടുക്കുന്നത് കസ്റ്റമറിന്. അപ്പൊ നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റും. വ്യത്യാസം നല്ല രീതിയിൽ മാർജിനിൽ വ്യത്യാസം വരും. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് മറിച്ച് വെക്കുന്ന ഒരുപാട് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ ഉണ്ടാവും. അതായത് റീസെല്ലേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്.
അപ്പോൾ അവരെല്ലാം പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യുന്നവരാ. നേരത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു, 2000-ഓളം പേരുണ്ടായിരുന്നു റീസെല്ലിംഗ്. പക്ഷേ അവരത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് അത് റീസെല്ലറായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കിടക്കുകയാണ്. അപ്പം നമ്മളത് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ക്ലാസ് സി ഡി അതിലേക്ക് പോകും അവർ, കാരണം അവരെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ പിന്നെ മെമ്പർഷിപ്പ് ആക്കിയിട്ട് ഇപ്പം ആക്റ്റീവായിട്ടുള്ള റീസെല്ലേഴ്സ് ഒരു 200 മെമ്പേഴ്സ് ഇപ്പം നമുക്ക് അവര് നമ്മുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരി. ഇപ്പൊ ഈ കൊറോണ ടൈമിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് നമ്മളെല്ലാം വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. അതെ. നമുക്കൊരു പുതിയ ബൾക്ക് സ്റ്റോക്ക് വരാൻ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇത് കോവിഡിന്റെ റെഗുലേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് എത്തുന്നുണ്ടായിരുന്നു. കാരണം വേറെ ഷോപ്പുകളോ ഒന്നുമില്ല. ഒരു വർഷത്തോളം നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അന്ന് സെയിൽ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അയച്ചത് തെലങ്കാനയ്ക്കോ? അത് അങ്ങോട്ട് മാത്രം ഏറ്റവും കൂടുതൽ. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ കോവിഡ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഡെലിവറി നടന്നുകൊണ്ടിരുന്നത്. സാഹചര്യം അതെ. അപ്പം ഏറ്റവും കൂടുതൽ മെറ്റേർണിറ്റി വേഴ്സ് ആണ് ആ ടൈമിൽ നമ്മൾ ചെയ്തിരുന്നത്. മെറ്റേർണിറ്റി വളരെ കൂടുതൽ അതുവരെ കണ്ട് മനസ്സിലാക്കി സെയിൽ ചെയ്യുന്ന പറയുമ്പോൾ അതെ. ഏറ്റവും കൂടുതൽ ആവശ്യം മെറ്റേർണിറ്റി ഡ്രസ്സിനായിരുന്നു അന്ന്. കാരണം ബാക്കി ക്ലോത്ത്സ് ഒക്കെ അവരുടെ ഉണ്ടാവും. ഫീഡിംഗ് ടോപ്സ് പലരുടെ ഉണ്ടാവില്ല. റിക്വയർമെന്റ് ഹ്യൂജ് ആയിരുന്നു അന്ന്. നമ്മൾ ഒരുപാട് അത് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതാണ് പറയുന്നത്, നാടോടുമ്പോൾ നടുവ് ഓടുന്നു. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി ബിസിനസ് ഞാൻ ഇതൊക്കെ അങ്ങ് മനസ്സിലാക്കി പോകുന്ന പ്രത്യേകിച്ച് റിസർച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് പലർക്കും അതൊരു ഗുണകരമാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരിക്കും സോഷ്യൽ മീഡിയയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതല്ലേ? അങ്ങനെ ചെയ്യാവൂ. ഇനിയുള്ള കാലം സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു ചെറിയൊരു ഷോപ്പാണെങ്കിൽ പോലും അതിപ്പോൾ വലിയ ഒരു 1000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള എന്ത് ഷോപ്പാണെങ്കിൽ പോലും അവരെല്ലാം ഓൺലൈനിലേക്ക് മാറുക, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ബിസിനസ് സുഹൃത്തുക്കൾ പണ്ടേ എന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് ബിസിനസ് കുറവാണ്. ഞാൻ അവരോട് പറയും, നിങ്ങളും കൂടെ ഓൺലൈനിലിട്ട് ഇറങ്ങൂ. നിങ്ങൾ പ്രോഡക്റ്റ്, നിങ്ങളുടെ എന്താണോ പ്രോഡക്റ്റ് അത് നിങ്ങൾ ജനങ്ങളിലേക്ക് കാണിക്കൂ. ഇപ്പോഴും എനിക്ക് ആ ഒരു ഓർഡർ മനസ്സിലാവാനായിട്ടാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ടാണോ എന്നറിയില്ല. ശരിക്കും പഠിച്ച് ചെയ്ത് മടിച്ച് നിൽക്കുന്നവരാ കൂടുതലും. ഞാൻ ചെയ്താൽ ശരിയാകുമോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? അത് ആദ്യം ആപ്പായിരുന്നു, മൊബൈൽ ആപ്പായിരുന്നു. അതിനുശേഷം നമ്മൾ വെബ്സൈറ്റിലോട്ട് മാറി. അത് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം സർവീസ് കുറച്ച് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് മാറി. മാത്രമല്ല ആപ്പ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാന്നുള്ളൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. അന്നത്തെ ഒരു സാഹചര്യത്തിൽ കോവിഡ് ടൈമിൽ എല്ലാവരും മസ്റ്റായിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ വെബ്സൈറ്റ് ആകുമ്പോൾ ലിങ്ക് അങ്ങ് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ലിങ്ക് കിടപ്പുണ്ട്. അപ്പൊ ജസ്റ്റ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ വെബ്സൈറ്റിലോട്ട് പോകും. ഈവൻ വിദേശത്തുള്ളവർക്കും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നാട്ടിലെ അഡ്രസ്സിലേക്ക് അവർ ബുക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നുണ്ട്. അത് നമ്മൾ വാട്സാപ്പിലാണ് ഓർഡർ എടുക്കുന്നത്. അങ്ങനെ വാട്സാപ്പിൽ ഓർഡർ എടുത്തിട്ട് നമ്മളത് അയക്കുന്നുണ്ട്. ശരി. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്, എനിക്ക് തോന്നുന്നു ആ ഷോപ്പിലെ സകല ഡ്രസ്സും അതൊരു മോഡൽ ഇട്ടിട്ട് അതിന്റെ പ്രൈസ് ഇട്ടിട്ട് ഇങ്ങനെ എല്ലാം വളരെയധികം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയത്. ഫുൾ പേജ് നോക്കിയത്. നമ്മൾ എക്സ്ക്ലൂസീവ് മോഡൽസിനെ വെച്ച് തന്നെയാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വെൻട്രോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫേമോ വേറെ ഏതെങ്കിലും ബൊട്ടീക്കോ ചെയ്ത ഒരു ഫോട്ടോ ഇന്നേ വരെ എൻ്റെ ഫേസ്ബുക്കിലോ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ റെഡ്ബിയുടെ മോഡൽസിന്റെ ഫോട്ടോസ് ഒരുപാട് പേജുകാർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഡെയിലി അപ്ഡേഷൻസ് നടക്കുകയാണ് എല്ലാ മേഖലയിലും. അപ്പോൾ ഓരോ ഫാഷൻ, ഓരോ മോഡലുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റായ ഒരു സിനിമയിൽ നിന്നാണ് ഒരു പുതിയൊരു ഡ്രസ് കോഡ് വരിക. ഇന്ന് അങ്ങനെയല്ല. ഞങ്ങളുടെ തോട്ട്സിൽ കുറെ കാര്യങ്ങൾ തോന്നിയിട്ട് മാനുഫാക്ചേഴ്സിന് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ഐഡിയയിൽ തന്നെ പുതിയ ഡിസൈൻ ആവും. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത് നമ്മളും മാനുഫാക്ചേഴ്സും കൂടെ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിലുള്ളവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അതിലൊരു ചേഞ്ച് ഒക്കെ വരുത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അതാണ് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാവുന്നുണ്ട്. ഈ പലരും ഇപ്പൊ പറയട്ടെ, ഇപ്പൊ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് അവര് പറയണ എനിക്ക് ഈ ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കണം. ചിലർ വിളിച്ചിട്ട്
ഇന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറയും 7 ഡേയ്സിനകത്ത് തരണം. അപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക് ഒരു സൈസ് അല്ല ഇവർ പറയുക. കുറച്ച് അതിലൊരു 10 പേരുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കും. അതിൽ ചിലർക്ക് വേണ്ടത് XXL ആയിരിക്കും, ചിലർക്ക് വേണ്ടത് 3XL ആയിരിക്കും, ചിലർക്ക് വേണ്ടത് ചെറിയ സൈസ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇത് പ്രോസസ്സ് ചെയ്ത് എടുത്ത് ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ നമുക്കൊരു 15 ഡേയ്സ് മിനിമം വേണം. അങ്ങനെ അവർ ടൈം തരികയാണെങ്കിൽ ഏത് ഡിസൈൻ തന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി ഒരു ബ്രൈഡൽസ് ഒഴിച്ച് ബ്രൈഡൽ വർക്ക് നമ്മൾ ചെയ്യുന്നില്ല, അല്ലാത്ത എന്ത് വേണമെങ്കിലും ചെയ്യും, പാർട്ടി വെയർസ് എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവിടെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊരു സാഹചര്യത്തിലാണ് കുറച്ച് വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ സൈസ് കിട്ടാത്തൊരു വിഷമം അത് ഭയങ്കരമായിട്ട് പലരും അനുഭവിക്കുന്നുണ്ട്. അത് ആരുടെയും തെറ്റല്ല, വെയിറ്റ് കൂടുന്നതും തെറ്റല്ല, അതൊക്കെ മനുഷ്യന്റെ അവസ്ഥയിൽ നമുക്ക് വന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മെലിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഡ്രസ്സുകൾ കിട്ടുന്നില്ല, ആ സൈസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഒരു പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ ഉണ്ടാവും, സൈസ് പ്രശ്നമായിരിക്കും. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചേഴ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൂടുതലും മീഡിയം ടു XXL എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. അത് ഓൾമോസ്റ്റ് അങ്ങനെ ഒരു യൂണിഫോമിലാണ് ചെയ്യുക. കാരണം XXL കഴിഞ്ഞ് 3XL 4XL അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സൈസ് എന്ന് പറയുമ്പോൾ XS ആണ്, XS സ്മോൾ. ഇത് ചെയ്ത കുറേയൊക്കെ സ്റ്റോക്ക് ഡംപാവും. ആയതിനാൽ ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചേഴ്സും കോമൺ ആയിട്ട് ഇറക്കുന്നതെല്ലാം മീഡിയം ടു XXL എന്നുള്ളൊരു സൈസ് വേരിയന്റ്. എന്നാൽ പോലും അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്യും, പ്ലസ് സൈസുകാർക്ക് വേണ്ടിയിട്ടും കൂടെ എക്സ്ട്രാ ചെയ്യും. പക്ഷെ എല്ലാ പ്രോഡക്റ്റിലും അത് അവൈലബിൾ ആവണമെന്നില്ല. ഇത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് പല സ്റ്റോറിൽ പോകുമ്പോഴും ഈ 3XL അല്ലെങ്കിൽ 4XL ബിഗ് സൈസുകാർക്ക് ഇഷ്യൂ ഉണ്ടാകുന്നത്. പക്ഷെ ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങളത് പ്രത്യേകം ഒരു കാറ്റഗറി വെച്ച് ചെയ്തിട്ടുണ്ട്, നമ്മളത് പ്രത്യേകം. പക്ഷെ എല്ലാ പ്രോഡക്റ്റിലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. വെബ്സൈറ്റിൽ കിടക്കുന്ന മെയിൻ പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും കുറേ പ്രോഡക്റ്റുകൾ അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 3-4 പ്രോഡക്റ്റിലെ ഈ 3XL അങ്ങനെ ഒരു പരിമിതി മൊത്തത്തിലുള്ളതാണ്. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പറയണ് ഈ സൈറ്റിലുള്ള ഈ ഡ്രസ്സ് എനിക്ക് വേണം, പക്ഷേ ഈ സൈസിൽ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സമയം കൊടുത്താൽ ഞങ്ങൾക്ക് സമയം തരണം, പ്രോപ്പർ ആയിട്ടുള്ള ടൈം തരണം. അല്ല, ഇത്രയും ധൈര്യത്തിൽ പറയുന്ന ഒരു സ്ഥാപനം ഇതാണ്. എന്തായാലും ധൈര്യമായിട്ട്, കാരണം പലർക്കും ഇതൊരു ഉള്ളൊരു കൺഫ്യൂഷനാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്നവർ ആവശ്യമുള്ളവർക്ക് ഇത് അയച്ചു കൊടുത്തതിലും സഹായിക്കുക. കാരണം പലർക്കും നമ്മുടെ ഡ്രസ് കോഡ് കറക്റ്റ് ആണെങ്കിൽ നമ്മളൊരു പബ്ലിക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഡ്രസ് കോഡ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും, നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കും. തീർച്ചയായും അത് സത്യമാണത്. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ഈ പ്ലസ് സൈസിലുള്ളവർ അനുഭവിക്കുന്ന ഒരു വിഷമമാണ് താങ്കൾ പറഞ്ഞത്. അതെ. അതിന് പരിഹാരം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്കും ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു ഡ്രസ്സ് കാണിച്ചിട്ട് എനിക്ക് ഈ സൈസ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അടിപൊളി ചേട്ടാ, അത് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. കാരണം പലരും അനുഭവിക്കുന്ന വിഷമങ്ങൾ ഇപ്പം തന്നെ ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പം ഡിസംബർ 10th കൂടിയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യണം. ഇപ്പം നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കാട്ടോ. ഓക്കെ, ചോദിച്ചോളൂ. നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്വാളിറ്റി പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ മേടിച്ചു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ കളർ ഫീഡ് ആവും. പക്ഷെ അവിടെ ഒരു 6 മാസമെങ്കിലും നിൽക്കും. മറ്റേത് ബ്രാൻഡ് അടങ്ങി ഈ കളർ പോകുന്നതിനനുസരിച്ചിട്ടാണ് ബ്രാൻഡ് ഈ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഈ കളറെല്ലാം പോവാതെ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ നമ്മൾ ഡ്രസ്സ് യൂസ് ചെയ്യണം? ഇത് പ്രോപ്പറായിട്ട് ഇത് പലർക്കും അറിയാത്തൊരു വിഷയമാണ്. ഇപ്പോൾ ഡ്രൈ വാഷ് എന്ന് പറഞ്ഞ് കുറേ ക്ലോത്ത്സ് ഉണ്ടാവും. ഈ ക്ലോത്ത് കൊണ്ടുപോയിട്ട് ബക്കറ്റിലിട്ടിട്ട് ലിക്വിഡ് ഒഴിച്ച് അവർ മറന്നുപോയിട്ട് ഇത് കളർ ഇളകി പോകുന്ന ഒരുപാട് കേസുണ്ട്. ഡ്രൈ വാഷ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം എഴുതി കൊടുത്താലും ബില്ലിലുണ്ടെങ്കിലും ഇവരതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവർക്കറിയാം ആ ക്ലോത്ത് ആ കസ്റ്റമേഴ്സിന് ഇപ്പോൾ വെൽ നോൺ ആണ് ഈ ക്ലോത്ത് എങ്ങനെ വാഷ് ചെയ്യണം. വാഷിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ അത് സൂക്ഷിച്ച് വാഷ് ചെയ്യുക. മൈൽഡ് ഡിറ്റർജൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ആ മൈൽഡ് ഡിറ്റർജൻറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഹാർഡായിട്ടുള്ളതാണ് മാർക്കറ്റിൽ കിട്ടുന്നത് കൂടുതലും. തീർച്ചയായിട്ടും. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ ഡിറ്റർജൻറ്റുകൾ ഹാർഡാണ്. ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അത് കംപ്ലീറ്റ് എല്ലാ ക്ലോത്ത്സും കൂടെ ഒന്നിച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ ചില ഫാബ്രിക്കിന്റെ ഓരോ രീതികളുണ്ട്, അതാണ് ആ കളർ പോകുന്നത്. അതെ, എല്ലാ സൈഡും ഇപ്പൊ നോളജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് ഓർക്കണ്ടോ, പണ്ടൊരു കാലഘട്ടത്തിൽ ബ്ലീച്ച് ലോക്കൽ കുപ്പികളിൽ മേടിച്ചിട്ട് അലക്കുന്നതിൽ ബ്ലീച്ച് ഒഴിച്ച് കഴുകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എല്ലാ ഡ്രസ്സിലും. പിന്നെ മനസ്സിലായി അങ്ങനെ എല്ലാ ഡ്രസ്സിലും ബ്ലീച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇങ്ങനെ കാലക്രമേണയാണ് മനസ്സിലാക്കി വരുന്നത്. മാത്രമല്ല എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ അത് ഏത് ക്ലോത്ത് ആയിക്കോട്ടെ, ഫസ്റ്റ് വാഷ് ഒരു ഡിറ്റർജൻറ്റും യൂസ് ചെയ്യാണ്ട് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം.
പ്ലെയിൻ വാട്ടറിൽ വാഷ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വാഷ് മുതൽ മൈൽഡ് ഡിറ്റർജന്റ് യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അങ്ങനെ വാഷ് ചെയ്താൽ കുറെ കാലം. പിന്നെ നല്ല ഹാർഡായിട്ടുള്ള വെയിൽ ഇത് ഇടരുത്. ജസ്റ്റ് ഒന്ന് എടുത്ത് വാട്ടർ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാറ്റി സൺഷെയ്ഡിലേക്ക് മാറ്റുക. ഇവിടെ നമ്മൾ അങ്ങനെയല്ലല്ലോ, ഉണങ്ങി കഴിയുമ്പോൾ എടുക്കുക നമ്മൾ പോയിട്ട്. അതൊക്കെയാണ് കൂടുതലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ പ്രൈസിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ചിലരൊരു 399 അല്ലെങ്കിൽ 499 മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ് വാങ്ങിയിട്ട് കളർ പോകുന്നു അല്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ പ്രൈസ് ആണ്. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 1500 അല്ലെങ്കിൽ 2000 റുപ്പീസിന് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒരിക്കലും, ടു ബി ഫ്രാങ്ക്, 399 499 കിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. അതാണ് യാഥാർത്ഥ്യം, സത്യം. എന്തായാലും ഇപ്പം പ്രൈസിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ ഓഫീസ് വെയർ ടോപ്പുകൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. അത് നമ്മുടെ ഈ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടതും ആ ഒരു കാര്യം കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ആണെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പം നമുക്ക് ടോപ്പുകൾ ഓഫീസിൽ പോകാനൊക്കെ ഡെയിലി മേടിക്കേണ്ടതാണ്. ഈ ഒരു പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് പറയുന്നത്. ഞങ്ങൾ 399 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഡെയിലി വെയർ സെറ്റൊക്കെ അവർക്ക് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. ഒരു 399 499 ഉള്ള പ്രോഡക്റ്റുകൾ ധൈര്യമായിട്ട് അവർക്ക് യൂസ് ചെയ്യാം. അടിപൊളി. അതൊരു 100% കോട്ടൺ അല്ല, കോട്ടൺ മിക്സ്ഡ് ആണ്, പോളി മിക്സഡ് കോട്ടൺ ആണ്. അപ്പോൾ അവർക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, അത് റഫായിട്ട് യൂസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ എന്താ പറയുക, പല ബ്രാൻഡുകളും ഇത് വിദേശത്തുനിന്ന് ഫാക്ടറി ഔട്ട്ലെറ്റ് ഞങ്ങൾ ഡയറക്റ്റ് എടുത്താന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് വിദേശത്തുനിന്ന് ഇറക്കിയതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ സർപ്ലസ് എന്ന് പറഞ്ഞ് ഒറിജിനൽ കിട്ടുന്ന ഷോപ്പുകളുണ്ട്, ബ്രാൻഡ് ഫാക്ടറിയിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ കുറേയൊക്കെ മെയ്ഡപ്പ് എന്ന് പറയും. ഈ ലേബലൊക്കെ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം അങ്ങനെയും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഇത് ഒറിജിനൽ സാധനമാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയും? അത് തിരിച്ചറിയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. മേടിച്ചിട്ട് നോക്കണല്ലേ, അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ശരി, കാരണം അല്ലെങ്കിൽ ആ ബ്രാൻഡ് യൂസ് ചെയ്ത് അത് യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ അല്ലേ, ഇതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. കാരണം സോഷ്യൽ മീഡിയ ചില കോപ്പിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡുകാർക്ക് പോലും നോക്കിയിരിക്കേണ്ടി വരും. കാരണം ഞാൻ ബെന്റന്റെ ഒരു ഷോറൂമിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഷർട്ട് വാങ്ങിക്കാൻ പോയി. അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് വേറൊരു ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അയാൾ പറഞ്ഞു ഇത് മേഡപ്പാണെന്ന് പറഞ്ഞു. ഇട്ടിരിക്കുന്ന ഷർട്ട് അയാൾ തന്നെ പറഞ്ഞു ഇത് ഒറിജിനൽ അല്ല, ബെനറ്റന്റെ. അപ്പോൾ ആ ഷോറൂം സ്റ്റാഫ് അത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇല്ല സാർ ഇത് ഒറിജിനലാന്ന് പറഞ്ഞു. ഇല്ല ഇത് മേഡപ്പ്, ഞാൻ ഇത്ര രൂപ എടുത്ത് മേടിച്ചത്. അവർ ഞെട്ടിപ്പോയി. അപ്പം ഒറിജിനലിനെ വെല്ലുന്ന മേഡപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ, പിന്നെ ബ്രാൻഡഡ് ഷോറൂമിൽ പോയി നമുക്ക് വാങ്ങിക്കാമല്ലോ. അങ്ങനെ വാങ്ങണമെന്നുള്ളവർക്ക് അതിന്റെ എല്ലാ എക്സ്ക്ലൂസീവ് ഷോറൂമും എല്ലാ സിറ്റികളിലും ഇപ്പോൾ അല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. ഇത് ഫാക്ടറി നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ബൾക്ക് എടുത്ത് US പോളയുടെ ഒരു ഷർട്ട് വാങ്ങിക്കണമെങ്കിൽ 3500-4000 രൂപ കൊടുക്കണം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ US പോളോയോ അല്ല വേറെ ഏത് ബ്രാൻഡ് ആയാലും, ഫിലിപ്പിയോ അലൻസോളോ ഒക്കെ ആയാലും അതെ. ഇനി ഇതിനു വേണ്ടിയിട്ട് യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യാതെ ഒന്നും നേടാൻ പറ്റില്ല. എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലേ പറ്റുള്ളൂ. ബിസിനസിന് ഒരു യാത്ര വീട്ടിൽ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അത് ഞാനുമായിട്ട് അടുത്ത ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഞായറാഴ്ച ഇരുന്ന് ചിന്തിക്കും, തിങ്കളും ചിന്തിക്കും, ദിവസങ്ങൾ ആഴ്ചകളാവും, ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങളായിട്ട് എവിടെയും എത്താതെ പോകുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരോട് ഞാൻ പറയും നിങ്ങൾ ഇറങ്ങി തിരിക്കും, ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കുക, എന്നാലല്ലേ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. അതെ. എന്ന് വെച്ച് ഞാൻ വലിയ മഹാനാണെന്നോ സംഭവമാണെന്നോ അല്ല. നമുക്കും ചില സമയത്ത് ഒരു മടിയൊക്കെ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 3 ദിവസം മിണ്ടാണ്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. ചില സമയത്ത് ഈ മടിയൊക്കെ നമുക്ക് വരും, മനുഷ്യനല്ലേ, വരും. ആ മടി വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ആ മടിക്കുന്ന ആ സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ ഒരു താഴ്ച ഉണ്ടാവും. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും, ബിസിനസ്സിൽ എപ്പോഴും ആക്റ്റീവായിരിക്കണം. ശരി. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ലൈഫിൽ കുറേ പല പരിപാടികളും ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയേക്കുന്നത്. എന്തൊക്കെയാണ് മുമ്പ് ചെയ്തേക്കുന്നത്? സ്റ്റാർട്ടിങ്ങിലെ ബിസിനസ്സിലായിട്ടാണ് പോയത്. ഡിഗ്രി കഴിഞ്ഞ് ആദ്യം കയറിയത് തന്നെ മൊബൈൽ ഷോപ്പായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ്സ് ഉള്ള ഒരു സംഭവമായിരുന്നല്ലോ, 2003 ആ ഒരു കാലഘട്ടത്തിൽ. അതെ. അതിനുശേഷം BSNL ഡിസ്ട്രിബ്യൂഷൻ ട്രിവാൻഡ്രം സൗത്ത് നമ്മളാ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ BSNL ഒരു 5 കസ്റ്റമർ കെയറും കൂടെ സോഴ്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അടിപൊളി. അപ്പോൾ അത് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് എടുത്ത് ഇവിടം വരെ എത്തിയേക്കുന്നത്. ഇനി ഇതിൽ ഇപ്പം നമ്മുടെ റെഡ്ബി എന്തൊക്കെ പറഞ്ഞാലും കസ്റ്റമറാണ്
നമ്മുടെ എന്താ പറയുക പരസ്യം, അതെ, മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത്. അതെ, അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പുറകിൽ ഒരു ടീം വർക്ക് ഉണ്ട്. തീർച്ചയായും ആ ടീം വർക്ക് ടീം വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു 2-3 കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, എനിക്ക് പ്രോഡക്റ്റ് തരുന്ന മാനുഫാക്ചേഴ്സ്, അവരെ എനിക്കിത് സ്മരിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അവർ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവരുടെ ആ സപ്പോർട്ട് അന്ന് അത്രയും അവർ നമ്മൾ സപ്പോർട്ട്, ഈവൻ ആ കോവിഡിന്റെ ടൈമിൽ പോലും അവർ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് ചെയ്തത്. എനിക്ക് ഒരുപാട് മാനുഫാക്ചേഴ്സുമായിട്ട് ഞാൻ ഡീൽ ചെയ്യാറില്ല. അത് എൻ്റെ വർഷങ്ങൾ കൊണ്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എനിക്ക് വയബിൾ ആയിട്ടുള്ള ഒരു 4-5 മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ഞാൻ അവരുമായിട്ട് മാത്രമേ ഡീൽ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ അവരെനിക്ക് തരുന്ന സപ്പോർട്ട് വലുതാണ്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഒരു യങ് വിമൺ ഓൺടർപ്രണർ ഉണ്ട്. അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ അവർക്ക് വിമൺ എന്റർപ്രണർ അവാർഡും കിട്ടിയിട്ടുണ്ട്. അവരുടെ പേര് മിന്ന എന്നാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ അവരെ കൂടെ സ്മരിക്കുക. അവാർഡ് കിട്ടാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ഡെഡിക്കേഷൻ, അവരുടെ ആ ഹിസ്റ്ററി നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവർ ഒരുപാട് സ്ട്രഗിൾ എടുത്ത് വന്ന ഒരു ലേഡിയാണ് എന്ന് വെച്ച് ബാക്കിയുള്ളവർ എനിക്ക് സപ്പോർട്ട് തരുന്നില്ല എന്നല്ല, മനസ്സിലായി. ഇത്ര ചെറു പ്രായത്തിൽ തന്നെ ആ ഒരു പെൺകുട്ടി ഇത്രയും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത്. അതെ അതെ, എന്റെ എല്ലാ മാനുഫാക്ചേഴ്സും എനിക്ക് നല്ല സപ്പോർട്ടാണ് ഇന്നും തരുന്നത്. അടിപൊളി അടിപൊളി. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സ്റ്റാഫുകളില്ലേ നമ്മളില്ലല്ലോ, നമ്മുടെ ബാക്ക് ബോൺ ആണ്. അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ചെയ്തു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ 2 ദിവസമായിട്ടില്ല, ഷോപ്പിലില്ല. ഞാനിപ്പം പർച്ചേസിലും യൂണിറ്റ് വിസിറ്റുമായിട്ടൊക്കെ ഒരു 3 ദിവസമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇല്ല. പക്ഷെ കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു 3 ദിവസം മാറി എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് ഒരു കേടുപാടും പറ്റാതെ അതേപോലെ പോകാൻ അതിന് 2 കാര്യങ്ങളുണ്ട്. സിസ്റ്റം ചെയ്തു വെച്ചാൽ കറക്റ്റായിട്ട് പോയിക്കോളും. ഇത് സിസ്റ്റം ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സിസ്റ്റം ഉണ്ടായിരിക്കണം, അതിന്റെ പുറകിൽ നമ്മുടെ എഫേർട്ട് ഉണ്ടാവണം. നമ്മൾ 3 ദിവസത്തേക്ക് പോകുമ്പോൾ ഈ 3 ദിവസത്തേക്കുള്ള പ്രോഡക്റ്റ്, അതിന്റെ വീഡിയോ, ഫോട്ടോഷൂട്ട്, അത് പ്രോഡക്റ്റ് വെബ്സൈറ്റിൽ ഇടാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ. തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ പോയാൽ എത്ര സിസ്റ്റം ഉണ്ടെങ്കിലും അത് പൊളിയും. നമ്മൾ തന്നെ ഐഡിയപരമായിട്ട് ചിന്തിച്ച് എല്ലാം ചെയ്യണം. ഞാനിപ്പോൾ 3 ദിവസത്തേക്ക് മാറുകയാണെങ്കിൽ, ഇപ്പൊ ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ തൊട്ടിട്ടില്ല, പക്ഷെ അത് ഷെഡ്യൂൾ ചെയ്തിട്ട് വെച്ചിരുന്നു. കറക്റ്റ് ടൈമിൽ ആ വീഡിയോ എല്ലാം പോകുന്നുണ്ട്. നമ്മളില്ലെങ്കിലും ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് അബദ്ധം പറ്റാറുണ്ട്, ചില സമയത്ത് ഒന്നും മടിക്കും, എവിടെയെങ്കിലും പെട്ടെന്ന് അങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ ആ ഒരു 3 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മടിച്ചാൽ ഇത് താഴത്തേക്ക് പോകും. എപ്പോഴും അപ്പായിട്ട് നിന്നോണം. അതാണ് ഒരു ബിസിനസ്മാൻ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അത് ലൈഫിൽ കണ്ടുകൊണ്ടും ശീലിച്ചുകൊണ്ടും എപ്പോഴാണ് ഡൗൺ കിട്ടിയത്? 2012-13 നല്ല ഡൗൺ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്കൊരു ഫാമിലി സപ്പോർട്ടിലാണ്, നല്ല രീതിയിൽ റിലേറ്റീവ്സ് ആയാലും വീട്ടിലെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്, വൈഫാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട്. എന്തായാലും നമ്മൾ നല്ല സേവനം ചെയ്യുമ്പോൾ ആൾക്കാർ നമുക്ക് എന്താ പറയാ, അതിനൊരു കൂലി തരും. അത് പൈസ ആയിട്ടല്ല, ചിലപ്പോൾ ഒരു പ്രാർത്ഥന കൊണ്ടാവാം. നമുക്കൊരു മെന്റർ ഉണ്ടാവണം. അതെ, നമ്മളെ ഒന്ന് ലീഡ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം. അതൊക്കെ എനിക്ക് പഠിച്ചാൻ അനുഗ്രഹിച്ച് എല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതെ അതെ, നമ്മൾ കറക്റ്റായിട്ട് മുമ്പോട്ട് പോയി നമുക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും അടിപൊളി. ഇനി എന്താണ് നമ്മുടെ റെഡ്ബിയുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ പ്രൊഡക്ഷനിലോട്ട് റീസെൻ്റ്ലി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നോക്കുന്നത് ഫ്രാഞ്ചൈസസ് കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക്. റെഡ്ബിയുടെ ഫ്രാഞ്ചൈസി ഒരു 2020-21 മുതലേ പലരും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു. കാരണം എല്ലാത്തിനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം റീസെൻ്റ്ലി അതിൻ്റെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടേ ചെയ്യാൻ പറ്റൂ, വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് മുമ്പോട്ട് തന്നെ പോട്ടെ. എന്തായാലും ഒരു കസ്റ്റമറെ ഹാപ്പി ആയിക്കൊണ്ട് ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും. എന്തായാലും അതേപോലെ തന്നെ കസ്റ്റമറെ ഹാപ്പി ആയിക്കൊണ്ട് ലോകം മൊത്തം എത്താൻ പറ്റട്ടെ, എല്ലായിടത്തും പടർന്ന് പന്തലിക്കട്ടെ. അനുഗ്രഹം ഉണ്ടാവട്ടെ. ഉറപ്പായിട്ടും ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും. എന്തായാലും എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ കണ്ടിട്ടാണല്ലോ നിങ്ങൾ. തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾ എനിക്ക് ഇങ്ങനൊരു ഇൻവിറ്റേഷൻ തന്നതിൽ ജാങ്കോ സ്പേസിന് എൻ്റെ ഒരുപാട് നന്ദി. ഓക്കെ താങ്ക് യു.